മാലിന്യ സംസ്കരണവും ശുചീകരണ പ്രവർത്തനവും ശരിയായ രീതിയിൽ നടത്തിയില്ലെന്ന് TV ഇബ്രാഹിം സഭയിൽ കുറ്റപ്പെടുത്തി. മഞ്ഞപ്പിത്തം വ്യാപിക്കുമ്പോൾ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് പനിപിടിച്ച് പുതച്ചു കിടക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആരോഗ്യവകുപ്പ് പനിപിടിച്ചു കിടക്കുകയായിരുന്നുവെങ്കിൽ കൊണ്ടോട്ടിയിൽ 33 കോടി രൂപയുടെ ആശുപത്രി വികസന പ്രവർത്തനങ്ങൾ നടക്കില്ലായിരുന്നുവെന്ന് മന്ത്രി വീണ ജോർജിന്റെ മറുപടി. 10 വർഷത്തെ കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ പകർച്ചവ്യാധികൾ പടരുന്നതിൽ കുറവുണ്ടെന്നും സ്ഥിതി ആരോഗ്യവകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്നും മന്ത്രി വ്യക്തമാക്കി. എലിപ്പനി കൂടാനുള്ള സാഹചര്യമുണ്ടായിരുന്നു, പക്ഷേ ശക്തമായ നടപടി സ്വീകരിച്ചു. സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം നിയന്ത്രണ വിധേയമാണ്. വള്ളിക്കുന്നിൽ ആരും മഞ്ഞപ്പിത്തം ബാധിച്ച് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. 2013-2017 വർഷങ്ങളിലാണ് സംസ്ഥാനത്ത് ഡെങ്കിപ്പനി വ്യാപിച്ചത്. എന്നാൽ ആരോഗ്യവകുപ്പിന്റെ ക്രിയാത്മകമായ ഇടപെടലിലൂടെ രോഗബാധ കുറയ്ക്കാൻ സർക്കാരിന് കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. പൊതുജനാരോഗ്യത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പറയുമ്പോൾ ആരോഗ്യമന്ത്രി വ്യക്തിപരമായി എടുക്കേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തിരുവനന്തപുരം നഗരമധ്യത്തിൽ വെള്ളക്കെട്ടുണ്ടായിട്ട് ഒരു മന്ത്രി പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ഇതാണ് സംസ്ഥാനം മുഴുവനുള്ള അവസ്ഥയെന്നും മഴക്കാലപൂർവ്വ ശുചീകരണം ഏറ്റവും മോശമായ വർഷമാണിതെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ ഉള്ളതുകൊണ്ടാണ് യോഗങ്ങൾ പലതും ചേരാൻ കഴിയാത്തതെന്ന് മന്ത്രി MP രാജേഷ് വ്യക്തമാക്കി. മഴ പെയ്താൽ ലോകത്ത് എല്ലായിടത്തും വെള്ളം കയറുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. എന്നാൽ യോഗം ചേരുന്നതിന് മാത്രമാണ് കമ്മീഷന്റെ വിലക്കുണ്ടായിരുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് വിലക്കുണ്ടായിരുന്നില്ലെന്നും സതീശൻ തിരിച്ചടിച്ചു. TV ഇബ്രാഹിം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.